എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നിങ്ങൾ കാണാൻ പോകുന്നത് കൊല്ലം ജില്ലയിൽ വൺ ഡേ ട്രിപ്പൊക്കെ ആയിട്ട് പോകാൻ പറ്റിയ സ്ഥലമായ കൊല്ലത്തെ കൊട്ടാരക്കരയ്ക്കടുത്തുള്ള മീൻപിടിപ്പാറയിലെ കാഴ്ചകളാണ്. ഇവിടെ രാവിലെ 10 മണി മുതൽ വൈകുന്നേരം 6 മണി വരെയാണ് തുറന്ന് പ്രവർത്തിക്കുന്നത്. ഇവിടുത്തെ ടിക്കറ്റ് ചാർജ് വരുന്നത് മുതിർന്നവർക്ക് 20 രൂപ, കുട്ടികൾക്ക് 10 രൂപ, സ്റ്റിൽ ക്യാമറ 50 രൂപ, വീഡിയോ ക്യാമറ ആണെങ്കിൽ 200 രൂപയാണ് ടിക്കറ്റ് വരുന്നത്. ഞാനിവിടെ 20 രൂപയുടെ ടിക്കറ്റാണ് എടുത്തിരിക്കുന്നത്. ഇവിടെ ഫോണിലാണ് ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. സ്റ്റിൽ ക്യാമറ അല്ലെങ്കിൽ വീഡിയോ ക്യാമറ ഒന്നും കയ്യിലില്ല. അപ്പോൾ നമ്മൾ ഫോണിൽ ഫോട്ടോ വീഡിയോ എടുക്കുന്നതിന് എക്സ്ട്രാ ടിക്കറ്റ് എടുക്കേണ്ട ആവശ്യമില്ല. ഇവിടെ മെയിൻ എൻട്രൻസിൻ്റെ അകത്ത് വരുമ്പോൾ ഇവിടെ ഒരു ചെറിയ ഷോപ്പ് കാണാൻ പറ്റും. ഇവിടുന്ന് വെള്ളമോ അല്ലെങ്കിൽ ചെറിയ സ്നാക്സോ കാര്യങ്ങളൊക്കെ മേടിക്കാൻ പറ്റും. പിന്നെ കുറച്ചുകൂടി ഉള്ളിലേക്ക് വരുമ്പോൾ നമുക്ക് ടോയ്ലറ്റ് കാണാൻ പറ്റും. നല്ല വൃത്തിയുള്ളൊരു ടോയ്ലറ്റാണ്. ആദ്യം വരുന്ന സമയത്ത് ടിക്കറ്റ് കൗണ്ടറിൻ്റെ അടുത്തൊരു എൻട്രൻസ് ഉണ്ട്. അത് കഴിഞ്ഞ് അകത്ത് വരുമ്പോൾ നമുക്ക് വണ്ടി പാർക്ക് ചെയ്യാനുള്ള സ്ഥലമുണ്ട്. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഇങ്ങനെ ഒരു എൻട്രൻസ് കാണാം. മീൻപിടിപ്പാറയുടെ എൻട്രൻസിൽ ആദ്യം നമ്മൾ കയറി വരുമ്പോൾ കാണുന്നത് ഈ കാണുന്ന ഒരു തൂക്കുപാലമുണ്ട്. ഹാങ്ങിങ് ബ്രിഡ്ജ് ഉണ്ടല്ലോ, അതാണ് കാണുന്നത്. ഇതിന് താഴെ കൂട്ടൊരു അരുവി പോലെ സംഭവം പോയിട്ടുണ്ട്. അതാണ് ഇവിടുത്തെ മെയിൻ സംഭവം. പുനലൂർ തൂക്കുപാലം ഉണ്ടല്ലോ, അതാണൊക്കെയുള്ളൊരു പാലമാണ്. പിന്നെ ഇവിടെ കൊല്ലത്ത് തൂക്കുപാലം ഉള്ളത് നമ്മുടെ തെന്മല എക്കോ ടൂറിസത്തിൽ പോകുന്ന സമയത്ത് ആ തെന്മല തൂക്കുപാലം ഉണ്ടല്ലോ, ഡാമിൻ്റെ അടുത്തുള്ള അതൊരു വലിയ തൂക്കുപാലമാണ്. അപ്പോൾ ആ ഒരു തൂക്കുപാലമായിട്ട് നമുക്കിതിനെ കമ്പയർ ചെയ്യാൻ പറ്റില്ല. ഇതൊരു മോഡലിന് വേണ്ടി ചെയ്ത് വെച്ചിരിക്കുകയാണ്. ആ ഒരു അരുവിയുടെ സൈഡിലായിട്ട് ഒരു തൂക്കുപാലം. നമുക്ക് അവിടെ നിന്ന് ഫോട്ടോ എടുക്കാം. ഈ ഒരു സ്ഥലത്ത് പ്രധാന ഫോട്ടോ സ്പോട്ടാണത്. അവിടെ നിന്ന് എല്ലാവരും ഫോട്ടോ എടുക്കുന്നതാണ്. ഈ ഒരു ആംഗിൾ നിന്നിട്ട് ആ ഒരു വെള്ളച്ചാട്ടവും അതേപോലെ ആ ഒരു ഹാങ്ങിങ് ബ്രിഡ്ജും എല്ലാം കൂടെ ഭയങ്കര അടിപൊളി ഒരു ഫ്രെയിമാണ് ഫോട്ടോഷൂട്ടിന് പറ്റിയിട്ടുള്ള. ഇവിടെ മഴ സമയത്ത് നല്ല രീതിയിൽ വെള്ളമൊഴുക്ക് കാണാൻ പറ്റും, നല്ല രീതിയിൽ വെള്ളച്ചാട്ടം കാണാൻ പറ്റും. കുറച്ചുകൂടെ വേനലാവുന്ന സമയത്ത് ഇത്രയും വെള്ളം കാണില്ല. അങ്ങനെ വ്യത്യാസമുണ്ട്. ഈ കാണുന്ന മീൻപിടിപ്പാറയിലെ ഹാങ്ങിങ് ബ്രിഡ്ജിലോട്ട് പോകാൻ പോവാണ്. അവിടെ ആ ഒരു ഹാങ്ങിങ് ബ്രിഡ്ജിൽ കയറിയിരുന്നെങ്കിൽ എന്തൊക്കെ കാണാൻ പറ്റും നോക്കാം. അവിടെ നിന്ന് വെള്ളച്ചാട്ടം കാണാൻ പറ്റും, കുറേ ചെടികളും മരങ്ങളൊക്കെ കാണാൻ പറ്റും. ഭയങ്കര വ്യൂ ആണ്. ഹാങ്ങിങ് ബ്രിഡ്ജിൽ നമ്മൾ നേരെ പോകുന്നത് ആ ഒരു അരുവി ഉണ്ടല്ലോ, നമ്മളൊരു വെള്ളച്ചാട്ടം കണ്ടല്ലോ, ആ വെള്ളച്ചാട്ടത്തിൻ്റെ ആ ഒരു മുകൾ ഭാഗത്തായിട്ട് ഒരു വഴിയുണ്ട്. ഇതുപോലുള്ള ഇൻ്റർലോക്കൊക്കെ ചെയ്തിട്ട് നല്ല വൃത്തിയായിട്ടും ക്ലീൻ ആയിട്ട് ഇട്ടിരിക്കുന്ന ഒരു വഴി കാണാൻ പറ്റും. അതിൻ്റെ സൈഡിലായിട്ട് തന്നെ കുറച്ച് ഇരിക്കാനുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ട് കുറച്ച് ചെയറുകളൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. അവിടെ ഇരുന്നിട്ട് നമുക്ക് ആ ഒരു അരുവിയുടെ കാഴ്ചകളും ആ ഒരു പ്രകൃതി ഭംഗിയൊക്കെ കണ്ടോണ്ടിരിക്കാൻ പറ്റും. പിന്നെ ഇവിടെ ഫാമിലി ആയിട്ട് വരുന്നവരുണ്ടെങ്കിൽ, അതായത് കുട്ടികളൊക്കെ ആയിട്ട് വരുന്നവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കുട്ടികളെ കളിപ്പിക്കാനുള്ള 2-3 പാർക്ക് പോലുള്ള ഏരിയ കാണാൻ പറ്റും. അവിടെ കുട്ടികൾക്ക് സേഫ് ആയിട്ടിരുന്ന് കളിക്കാൻ പറ്റും. കാരണം ചുറ്റിനും ഇങ്ങനെ കെട്ടി അടച്ചു വെച്ചിരിക്കും. അതുകൊണ്ട് കുട്ടികൾ ഓടി ഇങ്ങോട്ട് പോകത്തൊന്നുമില്ല. ഇതുപോലെ നടന്ന് കുറച്ച് ദൂരം നടന്ന് അങ്ങ് അറ്റം വരെ പോകാൻ പറ്റും. ഈ പോകുന്ന വഴിക്ക് ഒരുപാട് സംഭവങ്ങളൊന്നും കാണാനൊന്നുമില്ല, പക്ഷേ ഈ പോകുന്ന വഴി ഭയങ്കര നീറ്റായിട്ട് ഇട്ടിരിക്കുകയാണ്. അതേപോലെ കാണാൻ പ്രകൃതി ഭംഗിയൊക്കെ ഉണ്ട്. ഈ സൈഡിൽ കുറച്ച് അരുവിയുടെ ആ ഒരു കാഴ്ചകൾ കാണാൻ പറ്റും. ഈ ഒരു സ്ഥലത്തിൻ്റെ പ്രധാന പ്രത്യേകത ഈ കാണുന്ന ചെറിയൊരു വെള്ളച്ചാട്ടം പോലുള്ള സ്ഥലമാണ്. നമുക്ക് അവിടെ ഇറങ്ങിയിട്ട് കുളിക്കാനൊക്കെ പറ്റും. നമുക്കവിടെ ഇരിക്കാൻ പറ്റും. താഴെ ഇറങ്ങി അത് നമ്മൾ ഈ പോകുന്ന വഴിക്ക് സൈഡിൽ കൂടെ വഴിയുണ്ട് താഴേക്ക് ഇറങ്ങി പോകാനായിട്ടുള്ള. അങ്ങോട്ട് നമ്മൾ പോകുന്നുണ്ട്. പക്ഷേ ഈ വഴി അങ്ങേറ്റം വരെ എന്തൊക്കെയുണ്ടെന്നുള്ളത് കാണിച്ചതിന് ശേഷമായിരിക്കും അങ്ങോട്ട് പോകുന്നത്. എനിക്കിവിടെ വന്നപ്പം പെട്ടെന്ന് ഓർമ്മ വന്നത് എറണാകുളം ജില്ലയിലെ ഏഴാറ്റുമുഖം പ്രകൃതി ഗ്രാമവും തുമ്പൂർ മൊഴി എന്ന് പറയുന്ന സ്ഥലമാണ്. അതുമായിട്ട് നമുക്കിവിടെ കമ്പയർ ചെയ്ത് പറയുന്നതല്ല, അതൊരു വലിയൊരു സ്ഥലമാണ്. ഭയങ്കര രസമാണ് കാണാനായിട്ട്. അതിൻ്റെ ഒരു ചെറിയൊരു പതിപ്പാണെന്ന് വേണമെങ്കിൽ പറയാം. അവിടെ ഒരു വലിയ ഹാങ്ങിങ് ബ്രിഡ്ജ് കാണാൻ പറ്റും. അവിടെ നമുക്ക് വെള്ളത്തിലിറങ്ങി നടക്കാൻ
നടക്കാൻ പറ്റും. അതേപോലെ ഒരു തൂക്കുപാലമൊക്കെ ഭയങ്കര വ്യൂ ആണ് അതിൻ്റെ മുകളിൽ നിന്നുള്ള കാഴ്ചകളൊക്കെ. പിന്നെ അവിടെ ചെറിയൊരു ഗാർഡനൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു മനോഹരമായ പൂന്തോട്ടമൊക്കെ കാണാൻ പറ്റും. അതൊരു നല്ല സ്ഥലമാണ്. പ്രത്യേകിച്ച് നിങ്ങൾ ആതിരപ്പള്ളി വാഴച്ചാലൊക്കെ പോകുന്നവരാണെന്നുണ്ടെങ്കിൽ ആ പോകുന്ന വഴിക്ക് തന്നെയാണ് ഈ ഒരു ഏഴാറ്റുമുഖവും തുമ്പൂർ മൊഴിയൊക്കെ ഉള്ളത്. അപ്പോൾ അവിടെ ആ പോയതിൻ്റെ വീഡിയോ നമ്മുടെ ചാനലുണ്ട്, അവിടുത്തെ ഒരു ബ്ലോഗ്. അപ്പോൾ അത് ഈ ഒരു വീഡിയോയുടെ ലാസ്റ്റ് എൻഡ് സ്ക്രീനിൽ കൊടുത്തേക്കാം, ഏഴാറ്റുമുഖം പ്രകൃതി ഗ്രാമം എന്നുള്ളത്. അതിൽ കയറി നോക്കിയാൽ അവിടുത്തെ ഡീറ്റെയിൽസ് കാണാൻ പറ്റും. നിങ്ങൾ ഈ യാത്രകളൊക്കെ ഇഷ്ടപ്പെടുന്നവരാണ്, യാത്രകൾ പോകുന്ന വീഡിയോകളൊക്കെ കാണേണ്ടവരാണെന്നുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കണേ. നമ്മൾ ഓൾ കേരള ട്രിപ്പാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ കൊല്ലം ജില്ലയാണ്, അത് കഴിഞ്ഞ് പല ജില്ലകളിലേക്ക് നമ്മൾ പോകുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഓൾ ഇന്ത്യ ട്രിപ്പും. അപ്പോൾ ഈ വീഡിയോ ഒക്കെ കണ്ടിട്ട് കൊള്ളാവുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ചാനലിലേക്ക് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നമ്മൾ ഈ നടന്നു വരുന്ന വഴിയുടെ എൻഡ് എന്ന് പറയുന്ന സ്ഥലം ഇതാണ്. ഇവിടെ വരെയാണ് നമുക്ക് വരാൻ പറ്റുന്നത്. ഇവിടെ പ്രത്യേകിച്ച് കാണാനൊന്നുമില്ല, ഇവിടെ വരെ നമുക്ക് വരാൻ പറ്റും. ഇവിടുന്ന് ഇനി നമ്മൾ പോകാൻ പോകുന്നത് ആ ഒരു അരുവിയുടെ കരയിലാണ്. ആ അരുവിയുടെ സൈഡിലായിട്ടുള്ള ആ ഒരു ഭാഗത്ത് നമുക്ക് വേണമെങ്കിൽ വെള്ളത്തിൽ ഇറങ്ങാൻ പറ്റും. ആ ഒരു സൈഡിലേക്കാണ് പോകുന്നത്. ഇവിടെ പഴയതിൽ നിന്നും കുറേ കൂടെ വൃത്തിയാക്കിയിട്ടുണ്ട് ഈ സ്ഥലം. അതേപോലെ കുറേ ചെടികളൊക്കെ പുതിയതായിട്ട് വെച്ചിട്ടുണ്ട്. അതേപോലെ കുറേ കൂടെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് പഴയത് വെച്ച് നോക്കുമ്പോൾ. അപ്പോൾ കുറേ കൂടെ നല്ലതായിക്കൊണ്ടിരിക്കുകയാണ് ഈ സ്ഥലം. ഇവിടെ ഈ സൈഡിൽ കാണുന്ന വെള്ളം ഉണ്ടല്ലോ, ഈ ഒഴുകുന്ന അരുവി പോലുള്ള, ഈ വെള്ളത്തിന് ഔഷധ ഗുണങ്ങളുള്ള വെള്ളമാണെന്നാണ് പറയപ്പെടുന്നത്. ഇതിന് ഔഷധ ഗുണം ഉണ്ടാവാൻ കാരണം ഇത് ഒഴുകി വരുന്ന വഴിക്കുണ്ടല്ലോ, ഈ വെള്ളം ഒഴുകി വരുന്ന വഴിക്ക് ഔഷധ ഗുണങ്ങളുള്ള പല സസ്യങ്ങളും ചെറിയ മരങ്ങളൊക്കെ വളർന്നു നിൽക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിലൂടെ ഒഴുകി വരുന്ന വെള്ളമായതുകൊണ്ട് തന്നെ ഈ വെള്ളത്തിനും ഔഷധ ഗുണങ്ങളുള്ള വെള്ളമെന്നാണ് പറയപ്പെടുന്നത്. ഇവിടെ ഇപ്പോഴീ കാണുന്ന ചെറിയ വെള്ളമൊഴുക്കുണ്ടല്ലോ, ഈ അരുവി പോലുള്ള സ്ഥലം, ഇവിടെ നമുക്ക് വേണമെങ്കിൽ ഇറങ്ങി നിന്നിട്ട് കുളിക്കുകയോ അല്ലെങ്കിൽ ഫോട്ടോ എടുക്കുക എന്തുകൊണ്ടും ചെയ്യാം. അധികം ആഴമില്ലാത്ത സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ സുരക്ഷിതമായ രീതിയിൽ വെള്ളത്തിൽ ഇറങ്ങിയിട്ട് എൻജോയ് ചെയ്തിട്ട് വരാനൊക്കെ പറ്റും. ഈ കാണുന്നത് മീൻപിടി പാറയുടെ ഒരു പ്രധാനപ്പെട്ട സ്ഥലമാണ്. ആ മീനിന്റെ രൂപം കാണുന്ന സ്ഥലത്ത് പോയിട്ട് നിൽക്കാൻ പറ്റും. അവിടെ നിന്നിട്ട് ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റും. പിന്നെ ആ കാണുന്ന ഒരു വെള്ളക്കെട്ടിന്റെ അവിടെ ഇറങ്ങി നിൽക്കാനൊക്കെ പറ്റും. വെറും 20 രൂപ ടിക്കറ്റിൽ കൊല്ലം ജില്ലയിലെ കൊട്ടാരക്കരയിൽ വന്നിട്ട് കുറച്ച് പ്രകൃതി ഭംഗി വെള്ളച്ചാട്ടമൊക്കെ കണ്ട് വൺ ഡേ ട്രിപ്പായിട്ട് വരാൻ പറ്റിയ സ്ഥലമാണ് മീൻപിടി പാറ.